മേടരാശി. ഈ രാശിയിൽപ്പെട്ട സ്ത്രീ പുരുഷ ഭേദമന്യേ, ജാതി മത വർഗ വർണ്ണ ഭേദമന്യേ ഏവർക്കും സ്വീകാര്യമായ പൊതുഫലങ്ങളാണ് ജൂലൈ മാസത്തെ പ്രവചിക്കാൻ പോകുന്നത്. പുത്തൻ കാര്യങ്ങൾക്ക് വേണ്ടി, ഗവൺമെന്റ് തല കാര്യങ്ങൾക്ക് വേണ്ടി, കുടുംബകാര്യങ്ങൾക്ക് വേണ്ടി, തൊഴിൽ കാര്യങ്ങൾക്കും ആരോഗ്യ കാര്യങ്ങൾക്കും സാമ്പത്തിക കാര്യങ്ങൾക്കും ദാമ്പത്യ കാര്യങ്ങൾക്കും സാമൂഹ്യ കാര്യങ്ങൾക്കും വേണ്ടി കഴിഞ്ഞ മാസത്തെയും അതിന് മുന്നത്തെ മാസത്തെയും ഒക്കെ അപേക്ഷിച്ച് കൂടുതൽ പണം ഇൻവെസ്റ്റ് ചെയ്ത് വിജയപ്രദത്തിൽ എത്തുന്ന ഒരു ജൂലൈ മാസമാണ് നമ്മുടെ മേടരാശിയിൽപ്പെട്ട അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ 15 നാഴികപ്പെട്ട നക്ഷത്രക്കാർക്ക് കാണുന്നത്. എന്നാൽ 24, 25, 26 എന്നീ ജൂലൈ മാസത്തെ തീയതികളിൽ മറ്റാരോ ചെയ്ത ഒരു കുറ്റം ഏറ്റെടുക്കുകയോ മറ്റാരോ ചെയ്യേണ്ട ഉത്തരവാദിത്വം ഏറ്റെടുക്കുകയോ മറ്റാർക്കോ ഏൽപ്പിച്ചിട്ട് അത് പ്രശ്നമാക്കി അതിന്റെ ഉത്തരവാദിത്വം ഈ രാശിക്കാരുടെ തലയിലേക്ക് വരികയോ ചെയ്യും. തുടർന്ന് അല്പം ക്ഷീണം, മന്ദത, തടസ്സം, കാര്യങ്ങളൊക്കെ മന്ദഗതിയിൽ എല്ലാ രംഗവും ആ 2-3 ദിവസം മോശമായിരിക്കും. ഗ്രഹനില, അതായത് ഡേറ്റ് ഓഫ് ബർത്ത് വെച്ച് അവനവന്റെ ഗ്രഹനില നോക്കി അതിൽ ശനിഗ്രഹവും ചൊവ്വാഗ്രഹവും അനുകൂലമല്ല എന്ന് കാണുകയാണെങ്കിൽ ഈ മേൽപ്പറഞ്ഞ ദിവസത്തെ ഈ ദോഷഫലങ്ങളുടെ ശക്തി കൂടും. അതല്ല, ശനിഗ്രഹവും ചൊവ്വാഗ്രഹവും ഗുഡ് പൊസിഷനിലാണ് എന്ന് കാണുമെങ്കിൽ ഈ വക ദിവസങ്ങൾ 24, 25, 26 ദിവസങ്ങളിൽ വലുതായ ക്ഷീണങ്ങളൊന്നും സംഭവിക്കില്ല.